ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ ചിപ്സ് ആക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തോലെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയതായിട്ട് മുറിച്ചിടാം. നേന്ത്രപ്പഴം കൊണ്ടുള്ള ചിപ്സാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് തോലെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചിടാം. നല്ല നേർങ്ങനെയാക്കി മുറിച്ചിടുന്നുണ്ട് ഞാൻ, നൈസായിട്ട്. നൈസായിട്ടാകുമ്പം വേഗം, അധികം കട്ടിയായി കഴിഞ്ഞാൽ വേഗത്തിലൊന്നും ആവില്ല. നൈസായിട്ടാകുമ്പോഴാണ് വേഗത്തിലായി കിട്ടുക. നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും നേന്ത്രപ്പഴത്തിനെ കൊണ്ടുള്ള ചിപ്സ്. സാധാരണയുള്ള പോലെയല്ല, മറ്റേ ചിപ്സിനെക്കാട്ടും ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. ഏകദേശം മുറിച്ചിട്ടിട്ട് തീരാറായി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം, ചിപ്സ് റെഡിയാക്കാം. 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് കണ്ടല്ലോ, ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ട. അപ്പം ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി. ഇപ്പോൾ ഗൈസ്, വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഞാൻ മുറിച്ചിട്ട് വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായി ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടാകുമ്പോൾ നമുക്ക് തിരിച്ചിടണം, എന്നിട്ട് വേണം ആക്കിയെടുക്കാൻ. അപ്പോൾ ഇതുകൂടെ ഇങ്ങനെ ആവട്ടെ. ഈ ടൈമിൽ ഞാൻ വീഡിയോ പിടിക്കുമ്പം അപ്പുറത്തെ വീട്ടിൽ നനക്കുന്ന ഒച്ചേൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാം. എപ്പോൾ ഞാൻ ഈ സമയത്ത് വീഡിയോ പിടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഒച്ച ഉണ്ടാവും ഗൈസ്. ആരും ഒന്നും വിചാരിക്കണ്ട. എല്ലാവരും മഴേൻ്റെ ഇത് നോക്കുമ്പോൾ ഓരോരോ പണിയിൽ, ഇപ്പം ഇത്ര നേരം മഴയായിരുന്നു, ഇപ്പം ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പം അന്നേരം ഓരോരുത്തർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് നമ്മളിങ്ങനെ കാണുന്നത്. അതിൻ്റെ ഒച്ചപ്പാടും ബഹളങ്ങളുമാണ്. എല്ലാവരും ഓരോരുത്തർ ഓരോ പണിയെടുക്കുന്ന തിരക്കിലാണ്. ഞാൻ എൻ്റെ പണിയെടുക്കുന്നു. അപ്പം അന്നേരം ഒരു ഒച്ച ഉണ്ടാകുമ്പോൾ ഞാനത് പറയുന്നില്ലേ, നിങ്ങൾ വിചാരിക്കില്ലേ അതെന്നാന്നൊരു ഒച്ച കേൾക്കുന്നു. അത് അലക്കുന്ന ഒച്ചയാണ് ഗൈസ്, മറ്റൊന്നും അല്ല.
ഏകദേശമായിപ്പോയി ഗൈസ്. നല്ല കളറെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ സിമ്മിലാക്കിയിട്ടാണ് ആക്കുന്നത്, അധികം ഇതിലല്ല. അപ്പോൾ പിന്നെ ആവൽ കുറയും അതുകൊണ്ട്. അടുത്തത് ഇടുന്നുണ്ട് ഗൈസ്. സിമ്മിലാക്കിയിട്ടാവുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ പോലെയായി പോകുമല്ലോ. അതാണ് സിമ്മിലാക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതെല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഞാനിതാ ഇവിടെ വാങ്ങിയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഭയങ്കര ചൂടാണ്, അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടല്ലോ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ്. ഇതാ കണ്ടല്ലോ, ടപ്പ് ടപ്പ് തന്നെയാണ്. ഞാൻ തിന്നിട്ട് കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് നേന്ത്രപ്പഴത്തിനെ കൊണ്ടുള്ള ചിപ്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ആഹാ, എന്നാ ടേസ്റ്റ്. നമ്മൾ വാങ്ങി തിന്നുന്നില്ലേ, അതേപോലത്തെ രുചി തന്നെയാണ്.